ആലയിൽ കൊണ്ടുപോയി കെട്ടാനുള്ള ശ്രമം BJP നടത്തി വെള്ളാപ്പള്ളിയിലൂടെ. അത് തകർത്തുകൊണ്ട് മാണിയുടെ കാര്യത്തിൽ ഉണ്ടാവുന്നില്ല എന്നതാണ്. അത് തകർക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണല്ലോ ഇടങ്കോലിടുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ആന്റണി രാജു, ഒരു വലിയ പാർട്ടിയെയാണ് പ്രതീക്ഷിക്കുന്നത് CPM. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. അങ്ങനെ ഒരു വലിയ പാർട്ടി ഇടതുമുന്നണിക്കൊപ്പം നിൽക്കാൻ തയ്യാറായി വരും, അല്ലെങ്കിൽ KM മാണിയുടെ ചിന്തകൾ, KM മാണിയുടെ ചുവടുവയ്പ് അത് കോടിയേരി ബാലകൃഷ്ണന്റെ താളത്തിനൊപ്പം ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാൻ തക്ക വണ്ണം ആണോ ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? UDFിൻ്റെ ഭാവി രാഷ്ട്രീയവും UDFിൻ്റെ തകർച്ചയും ഭാവി രാഷ്ട്രീയം എന്നുള്ള ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും ശരൽക്കുന്നിന് ശേഷം എന്നുള്ള ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ ലേഖനവും വായിച്ചാൽ, സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ വളരെ വ്യക്തമാണ്, അവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല. മറിച്ച് ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ, കേന്ദ്ര ഗവൺമെൻറ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ വർഗീയ അജണ്ട നടപ്പിലാക്കുന്നതിനെതിരെ, ഇന്ത്യയിലെ കർഷക ലക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇതിലൊക്കെ ആരെ വേണമെങ്കിലും സാങ്കേതികമായി ശരിയാണ്, മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് ആരും കരുതുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. പക്ഷേ സഹകരിക്കുക എന്ന ആഹ്വാനം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അത് താങ്കൾ നിഷേധിക്കും? അല്ല, സഹകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പോലും സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ 2 നടക്കുന്ന പണിമുടക്കിൽ കോൺഗ്രസ് BJP ഗവൺമെൻറ്റിനെതിരെയുള്ള സമരത്തിൽ സഹകരിക്കുന്നു. അതുപോലെ UPA ഗവൺമെൻറ് കാലത്ത് കോൺഗ്രസിനെതിരെയുള്ള സമരത്തിൽ BJPയുടെ സംവിധാനത്തിന് രാഷ്ട്രീയ ലാഭമില്ലാത്ത ഒരു സഹകരണത്തിന് KM മാണി ഏതെങ്കിലും തരത്തിൽ തയ്യാറാകുന്നു? അല്ല, അതിന് KM മാണി ആ ട്രാപ്പിൽ വീഴുപോയില്ലോ എന്നുള്ള എനിക്കറിയില്ല. പക്ഷേ വളരെ വ്യക്തമായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്താണ്? മാണി ഗ്രൂപ്പുമായി രാഷ്ട്രീയ സഖ്യത്തിന് ഉദ്ദേശമില്ല, മറിച്ച് മാണി ഗ്രൂപ്പിനോടൊപ്പം നിൽക്കുന്ന അണികളെ ഇടതുപക്ഷ ചേരിയിലേക്ക് കൊണ്ടുവരാനുള്ള അടവ് നയം ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ മുന്നണിയിൽ എടുക്കുകയില്ല എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഒന്നുകൂടെ പറയുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങൾക്ക് അവരെ അങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം 91 സീറ്റോടെ അധികാരത്തിലിരിക്കുന്ന മാണി ഗ്രൂപ്പിനെ തോൽപ്പിച്ചുകൊണ്ട്, മാണി ഗ്രൂപ്പിനെ അപ്പുറത്ത് നിർത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന ഒരു രാഷ്ട്രീയ മുന്നണിക്ക് എവരുടെ അങ്ങനെ മുന്നണിയിൽ ചേർക്കേണ്ട ഔദാര്യമില്ല. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണിയുടെ കാലത്ത് നമ്മുടെ ഫോർവേഡ് ബ്ലോക്ക് പോലുള്ള പാർട്ടികളെ സഹകരിപ്പിച്ച് നിർത്തിയല്ലോ. തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തില്ല, ഘടകകക്ഷിയാക്കിയില്ല, തെരഞ്ഞെടുപ്പിൽ ആ രീതിയിലൊരു സഹകരണമില്ലായിരുന്നു. ഇവിടെ മാണി ഗ്രൂപ്പിന് നൽകുന്ന വ്യക്തമായ സന്ദേശം, അല്ലെങ്കിൽ UDFിൻ്റെ തകർച്ചയ്ക്ക് വഴിവെക്കാവുന്ന വിധത്തിൽ എന്തെല്ലാം അടവ് നയങ്ങൾ പ്രയോഗിക്കാമോ അത് മുഴുവൻ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക് CPM ഇതിനു മുമ്പ് പ്രയോഗിച്ചിട്ടുണ്ട്. ആഗ്രഹ ചിന്തകൾക്കപ്പുറത്ത് ശ്രീ ആന്റണി രാജുവിന്റെ വാക്കുകളെ കാണേണ്ടതുണ്ടോ? ശ്രീ KJ ജേക്കബ്, പറയൂ. ആഗ്രഹ ചിന്തകൾ എന്നതിനപ്പുറത്തേക്ക് ശ്രീ ആന്റണി രാജുവിന്റെ ഈ വിലയിരുത്തലിനെ കാണേണ്ടതുണ്ടോ? കാരണം അദ്ദേഹവും ചില സ്വപ്നങ്ങളിൽ മാത്രമാണ് എന്ന് തോന്നിപ്പോകുന്നു. ആന്റണി രാജുവിന്റെ വിലയിരുത്തൽ നല്ല വിലയിരുത്തലാണ്. ഫോർവേഡ് ബ്ലോക്കിനെയും കേരള കോൺഗ്രസ് മാണിയെയും അദ്ദേഹം ഇക്വേറ്റ് ചെയ്യുകയാണ്. അല്ല, അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. എനിക്കതിനെക്കുറിച്ച് പ്രതികരണമേ ഇല്ല. പക്ഷേ എനിക്ക് മനോജ് പറഞ്ഞ ഒരു കാര്യത്തെ ഇങ്ങനെ ഇല്ല, നിങ്ങൾ വോട്ടിന്റെ കണക്ക് പറയുന്നത് എന്തിനാണെന്ന് പറയും മനോജ്. നിങ്ങൾ എന്തിനാണ് 44%-ന്റെയും 4%-ന്റെയും വോട്ട് എന്തിനാണ് പറയുന്നത്? സഹകരിപ്പിക്കാനാണെങ്കിൽ KM മാണിയുടെ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അതിന്റെ പുറകിലുള്ള ആൾക്കാരെ സഹകരിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നതിനാണ്. സത്യത്തിൽ ഹർഷൻ, എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, CPMന് ചിലപ്പോൾ ഇങ്ങനെ ഒരു എളുപ്പ വഴിയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രലോഭനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് മദനിയുടെ PDPയുമായിട്ട് കൂടിക്കൊണ്ട് മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താനുള്ള ശ്രമമാണ്. ഇന്നും ആ പാർട്ടി അതിൻ്റെ പേരിൽ പഴികേൽക്കുകയാണ്. കേരളത്തിൽ BJPയുടെയും ജനസംഘത്തിൻ്റെയും വളർച്ച നമ്മൾ കണക്കാക്കിയാൽ നമ്മൾ കാണേണ്ടത് 1970 0.6% വോട്ട് കിട്ടിയ BJP 82 ആദ്യമായിട്ട് ആ പാർട്ടി ഉണ്ടായതിനു ശേഷം 2011 അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ 0.6% വോട്ടിൽ കിടന്ന് കളിച്ച പാർട്ടിയാണ്. എങ്ങനെയാണ് ആ പാർട്ടിക്ക് ഇത്ര പെട്ടെന്ന് ഈ 14% ഉണ്ടായത്? കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു എന്നുള്ളത് മാത്രമല്ല, ന്യൂനപക്ഷ പ്രീണനം ഇതാണ് അവർ ഉന്നയിച്ച ഏറ്റവും വലിയ കാര്യം. ഏറ്റവും ചെറിയ കാര്യം വരെ വർഗീയമായി വ്യാഖ്യാനിച്ച് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് പതിവിൽ കവിഞ്ഞ, അർഹതയിൽ കവിഞ്ഞ ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്നുള്ള പ്രചരണം നടത്തി അതിന്റെ പുറത്താണ് BJP ഇത്ര വലിയൊരു പെർസെന്റേജ് വോട്ടിലേക്ക് വന്നത്. UDFിനൊപ്പം നിൽക്കുന്ന വർഗീയ കക്ഷികളെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള ആ വാദം, അതല്ലെങ്കിൽ ആ പ്രചാരണം മുന്നോട്ട് വയ്ക്കാൻ വളരെ എളുപ്പത്തിൽ അവർക്ക് കഴിയുകയും. എന്റെ ഉത്തരം ശ്രീ ജേക്കബ് പറഞ്ഞതിൽ തന്നെയുണ്ട്.
കാരണം BJPക്ക് ജനങ്ങളെ കബളിപ്പിച്ചും വസ്തുതകൾ മറച്ചു വെച്ചും ഇത്തരത്തിൽ പിന്നെ വലിയ തോതിൽ വളർച്ച നേടാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ BJPയുടെ വളർച്ച തടയാനുള്ള ഏത് തന്ത്രവും പ്രയോഗിക്കുക എന്നത് മതനിരപേക്ഷതയിലും വർഗീയ വിരോധത്തിലും വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണ്. ആ കടമ നിർവഹിക്കാതെ BJP പാളയത്തിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുന്ന പണി LDFന് എടുക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ട്, BJPയുടെ ഈ കുപ്രചാരണങ്ങളിൽ ഭ്രമിച്ച് കൃത്യമായ മതനിരപേക്ഷ നിലപാട് ഉപേക്ഷിച്ച് BJP വിചാരിക്കുന്ന വർഗീയ നിലപാടുകളിലേക്ക് പോകാനും എന്തായാലും ഇത് കേരള കോൺഗ്രസിൽ ഒതുങ്ങുന്നതല്ല ഈ ചർച്ച എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം മുസ്ലിം ലീഗ് ഒരു UDFനൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയെയും വർഗീയത ആരോപിച്ച് അകറ്റി നിർത്തേണ്ടതില്ല എന്ന് ദേശാഭിമാനി ഇന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അതിന് ലീഗിന്റെ പ്രതികരണവും വന്നു കഴിഞ്ഞ സാഹചര്യമുണ്ട്. ശ്രീ KN ഖാദർ കൂടി ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. ശ്രീ KN ഖാദർ, ലീഗ് ഇത് പാർട്ടി ആലോചിച്ച് പറയേണ്ട വിഷയമാണ് എന്ന നിലയ്ക്കുള്ള വളരെ നയത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ലീഗ് CPMന്റെ ഈ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ഹർഷൻ, ഈ CPMന്റെ ഈ നിലപാടെന്ന് പറയുമ്പോൾ ആ മുഖപ്രസംഗത്തിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ആ മുഖപ്രസംഗത്തിൽ എവിടെയും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. മാത്രമല്ല, അവർ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് 3.5 പതിറ്റാണ്ട് കാലമായി നിലനിൽക്കുന്ന മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം തകർന്നിരിക്കുന്നു, ഐക്യ ജനാധിപത്യ മുന്നണി തകർന്നുകൊണ്ടിരിക്കുന്നു. ആ ശിഥിലീകരണത്തിന് ശേഷം ഉളവാകുന്ന ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗുണമുണ്ടാവുകയും ഭാരതീയ ജനതാ പാർട്ടികൾക്കും സഖ്യകക്ഷികൾക്കും ഗുണമുണ്ടാകാതിരിക്കുകയും ചെയ്യണം എന്ന അർത്ഥത്തിലൊരു എഡിറ്റോറിയൽ എഴുതി എന്നല്ലാതെ ആ എഡിറ്റോറിയലിൽ ഈ UDF വിട്ടുവരുന്ന കക്ഷികളുമായി ചില സമരങ്ങളിലോ പ്രക്ഷോഭങ്ങളിലോ ഒക്കെ ആദ്യ ദിവസം തന്നെ അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ചർച്ചയിൽ ആദ്യമായി ഒരു പാർട്ടി CPMനെ പോലെ ഒരു പാർട്ടി ഈ വിഷയം അവതരിപ്പിക്കുന്നത് അങ്ങനെയായിരിക്കുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇവരെല്ലാവരും ഇങ്ങ് പോന്നോട്ടെ എന്ന് എന്തായാലും ആരും പറയില്ല. പക്ഷെ പറയാവുന്ന ഏറ്റവും മിതമായ പക്ഷേ ഏറ്റവും ശക്തമായ ഭാഷയിൽ തന്നെ ആ എഡിറ്റോറിയൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനകീയ പ്രശ്നങ്ങളിൽ വിശാലമായ ഐക്യം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസുമായും ഇപ്പോൾ UDFന്റെ ഭാഗമായി നിൽക്കുന്ന മറ്റ് കക്ഷികളുമായും സഹകരിക്കാവുന്ന ഒട്ടേറെ മേഖലയുണ്ട്. ഇവിടെ വർഗീയത ആരോപിച്ച് ആരെയെങ്കിലും തീണ്ടാപ്പാട് അകലെ നിർത്തുന്നതിൽ ന്യായീകരണമില്ല. വളരെ കൃത്യമാണ് ഇക്കാര്യത്തിൽ CPMന്റെ നിലപാട്. അത് ലീഗിന് വേണ്ടി കൂടിയുള്ള അപ്പക്കഷണമാണ്. അല്ല, അതാണ് ഈ ഹർഷൻ പറയുന്നത് ശരിയാണ്. ഹർഷൻ പറയുന്ന തരത്തിലും വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന്, ഈ വിഷയത്തിലൊരു മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ അടിസ്ഥാനത്തിലല്ല UDF പ്രവർത്തിക്കുന്നത് എന്നിട്ടുള്ള ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ NDA സഖ്യം ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് വർഗീയ തരത്തിലുള്ള സമീപനവും അത് സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ജനജീവിതത്തിലും വഹിക്കുന്ന പങ്കും അതുപോലെ ശക്തമായ വലതുപക്ഷ വ്യതിയാനവും എല്ലാം മനസ്സിലാക്കിയിട്ട് ഈ ഫാഷിസ്റ്റ് വർഗീയ കക്ഷികൾക്കെതിരായ ഒരു വലിയ കൂട്ടായ്മ, മതേതര ശക്തികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കക്ഷി തന്നെയാണ് മുസ്ലിം ലീഗ്. ആ സംഗതി വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ കാര്യത്തിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കവും മുമ്പും ഇല്ല, ഇപ്പോഴും ഇല്ല. മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുമായി വരെ അവർ പശ്ചിമ ബംഗാളിൽ കൂട്ടുചേർന്നു. അത് കൂട്ടുചേരുന്ന സന്ദർഭത്തിൽ അവിടെ NDA സഖ്യത്തെ പരാജയപ്പെടുത്തുക എന്നുള്ള നയമല്ല സ്വീകരിച്ചത്, തൃണമൂൽ കോൺഗ്രസിനെതിരായതാണ്. ആ തൃണമൂൽ കോൺഗ്രസിനെതിരായിട്ടെടുത്ത നിലപാട് NDA സഖ്യത്തിനെതിരായ നിലപാടുമായിട്ട് അല്പസ്വല്പം ഭിന്നതയുണ്ട്. എന്തായാലും ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെ ഇടതുപക്ഷത്തിനും അതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഒരുപോലെ പങ്ക് വഹിച്ച് ഒരുമിച്ച് നിന്ന് കൂട്ടായി നടത്തേണ്ട പല പ്രക്ഷോഭങ്ങളും സമരങ്ങളും താങ്കൾക്ക് വ്യക്തമാണല്ലോ. ആ വോട്ട് ശതമാന കണക്കുകളിൽ അത് എന്തായാലും നേരിട്ട് ലീഗിനെ ഉദ്ദേശിക്കുന്നതല്ല, എങ്കിലും ആ ശതമാന കണക്ക് മറ്റൊരു തരത്തിൽ മുസ്ലിം ലീഗിനെയും സ്വാധീനിക്കാവുന്ന കണക്കുകൾ തന്നെയാണ്. ആ ശതമാന കണക്കുകളിൽ എന്തായാലും താങ്കൾ ഈ വിചാരിക്കുന്നത് പോലെയോ താങ്കൾ അവതരിപ്പിച്ചതുപോലെയുള്ള വിശാലമായ സഹകരണമല്ല എന്ന് വ്യക്തമല്ലേ?
അതൊക്കെ വ്യക്തമാണ്. പക്ഷേ അത് വ്യക്തമാകുമ്പോഴും അവർ ഈ വിഷയത്തിൽ മുമ്പേ എടുക്കുന്ന സമീപനം ഇങ്ങനെ ആയതുകൊണ്ട് അവരുടെ മനസ്സിലിരിപ്പായിരിക്കും. ഹർഷൻ പറഞ്ഞത് അവരുടെ മനസ്സിലിരിപ്പായിരിക്കും. പക്ഷേ അത് വാമൊഴിയായും വരമൊഴിയായും വന്നിട്ടില്ല. അവരുടെ മനസ്സിലിരിപ്പ് മാത്രമാണ് അവർ പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന കക്ഷികളെല്ലാം വേർപെട്ടുകൊണ്ടിരിക്കുന്നു, ഐക്യജനാധിപത്യ മുന്നണി ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. UDFൻ്റെ ഭാഗമായിട്ട് തുടരുകയാണ്. രാഷ്ട്രീയമായി ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും വിലയിരുത്തിയിട്ടുള്ളതാണ്. കോൺഗ്രസ് പാർട്ടി ദേശീയ അടിസ്ഥാനത്തിലുള്ളൊരു വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് അവർക്ക് ഈ ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിയിൽ കൂടുതൽ പ്രദേശങ്ങളിൽ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഐഡിയോളജിക്കലി കറക്റ്റാണെങ്കിലും പ്രായോഗികമായി നോക്കുമ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇല്ലാതെ പോയത് കൊണ്ടുള്ള വിഷമമുണ്ട്. അപ്പോൾ എന്തായാലും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ നേരിട്ട് പറയട്ടെ എന്ന ലീഗിന്റെ പ്രതികരണം തന്നെയാണ് ഇതിൽ ഏറ്റവും കൃത്യമായി